രാജ്യം കാത്തിരുന്ന ആ വലിയ ബില്ല് വരികയാണ്. വനിതാ സംവരണ ബില്ലല്ല കേട്ടോ, ഇത് രാജ്യത്തെ കോളിളക്കം സൃഷ്ടിക്കാൻ കഴിവുള്ള കേരളത്തിലെ MP-മാരും BJP വിരുദ്ധരുമെല്ലാം തെരുവിലിറങ്ങി കലാപം നടത്താൻ പോലും സാധ്യതയുള്ള ആ വലിയ ബില്ലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയിരിക്കുന്നത്. മറ്റൊന്നുമല്ല, മണ്ഡല പുനർനിർണയത്തിനുള്ള നീക്കങ്ങളാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ലോക്സഭയിൽ സീറ്റുകൾ വർദ്ധിപ്പിക്കാനാണ് സർക്കാർ നിർദ്ദേശിക്കുന്നത്. ഇന്ത്യൻ പാർലമെന്റിന്റെ അധോസഭയായിട്ടുള്ള ലോക്സഭയിലെ അംഗങ്ങളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധന കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് ഭരണഘടന 131 ഭേദഗതി ബിൽ 2026 സർക്കാർ MP-മാരുമായി പങ്കിട്ടു. ലോക്സഭയിലെ മൊത്തം സീറ്റുകളുടെ എണ്ണം 850 വർദ്ധിപ്പിക്കുന്നതിന് ഈ ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. അടുത്ത സെൻസസ് അനുസരിച്ച് ലോക്സഭാ സീറ്റുകളുടെ എണ്ണം പരമാവധി 850 ഉയർത്തുന്നതിനും നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തി നിർണയത്തിനും വനിതാ സംവരണം ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനും ഈ ബില്ല് നിയമനിർമ്മാണത്തിന് വഴിയൊരുക്കും. സർക്കാരിന്റെ ഈ നീക്കത്തോടെ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന സീറ്റുകളുടെ പുനർനിർമ്മാണത്തിന് മുദ്രവെക്കുന്നതിനും ഭാഷാപരവും പ്രാദേശികപരമായിട്ടുള്ള പ്രാതിനിധ്യത്തിനായി ഒരു പുതിയ ചട്ടക്കൂട് സ്ഥാപിക്കുന്നതിനുള്ള പ്രക്രിയ ഔപചാരികമായി ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത്. വനിതാ സംവരണ ബിൽ ഏപ്രിൽ 16, 17 തീയതികളിൽ ലോക്സഭ ചർച്ച ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനിടയിലാണ് ലോക്സഭാ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശം ഉൾപ്പെടുന്നത്. പ്രധാനമന്ത്രി മോദി പാർലമെന്റിനെയും അഭിസംബോധന ചെയ്യും. ഈ പദ്ധതി പ്രകാരം സർക്കാർ ഒരു ഭരണഘടനാ ഭേദഗതി ബിൽ, ഡീലിമിറ്റേഷൻ നിയമവുമായി ബന്ധപ്പെട്ട ഒരു ബിൽ, കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുള്ള ഒരു പ്രാപ്തമാക്കൽ ബിൽ എന്നിവ അവതരിപ്പിക്കാൻ പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. സീറ്റുകൾ 543 നിന്ന് 850 ഉയരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.